നോമ്പ് ചിന്ത 11-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ VP ജോസഫ് വലിയ വീട്ടിൽ, കൃപാസനം. ഞങ്ങളോടൊത്ത് വസിച്ചാലും. ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥന ബൈബിളിൽ കാണാം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയെ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയാണിത്. നാഥ, നേരം വൈകുന്നു, ഞങ്ങളോടൊത്ത് വസിച്ചാലും. ലൂക്ക 24-ാം അധ്യായം 29-ാം വാക്യം. വൈകിപ്പോവുക എന്നത് ജീവിതത്തിൽ പലപ്പോഴും ഒരു വിഷയമാണ്. തീരുമാനമെടുക്കുവാൻ വൈകിപ്പോകുക, കൊണ്ടുപോകേണ്ട രേഖകൾ ലഭിക്കാതെ വൈകിപ്പോകുക, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ദൈവത്തെങ്കിലേക്ക് തിരികെ വരാനും നമ്മൾ വൈകിപ്പോകും. അപ്പോഴൊക്കെ പ്രസക്തമാകുന്ന ഒരു പ്രാർത്ഥനയാണ് എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ ഉരുവിടുന്നത്. വിവാഹം വൈകുന്നവർ, കുട്ടികളുണ്ടാകാൻ വൈകുന്നവർ, ജോലി കിട്ടാൻ വൈകുന്നവർ, PR കിട്ടാൻ വൈകുന്നവർ എന്ന് വേണ്ട, രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ പോലും വൈകിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നേരം വൈകുന്നു, ഞങ്ങളെ സഹായിക്കണമേ, അല്ലെങ്കിൽ അനുഗ്രഹിക്കണമേ എന്നാണ് സ്വാഭാവികമായി തോന്നുന്ന പ്രാർത്ഥന. പക്ഷേ സുവിശേഷം നമുക്ക് നൽകുന്ന അർത്ഥവത്തായ പ്രാർത്ഥന നാഥ, നേരം വൈകുന്നു, ഞങ്ങളോടൊത്ത് വസിക്കണമേ എന്നാണ്. കാരണം ജീവിതം കയ്യിൽ നിന്ന് പോയാൽ വെറുതെയുള്ള അനുഗ്രഹം കൊണ്ട് മതിയാകില്ല, മറിച്ച് ദൈവം തന്നെ നമ്മുടെ കൂടെ വസിക്കേണ്ടി വരും. ഏതെങ്കിലും ഘട്ടത്തിൽ ജീവിതം നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് കരുതുക. അത് കുടുംബജീവിതമാകാം, പ്രൊഫഷണൽ ലൈഫാകാം, വൈവാഹിക ജീവിതമാകാം, പഠന ജീവിതമാകാം, പരീക്ഷാ ജീവിതമാകാം. അങ്ങനെ സംഭവിച്ചാൽ നിനക്കുള്ള ഓപ്ഷൻ ഈ പ്രാർത്ഥനയാണ്. നാഥ, ഞങ്ങളോടൊത്ത് വസിക്കണം. വസിക്കുക എന്ന പ്രാർത്ഥന ഒരു വലിയ വാഗ്ദാനത്തിൽ നിന്നാണ് വരുന്നത്. പുറപ്പാട് 33:14 ദൈവം നൽകിയ വാഗ്ദാനം. നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. യോശുവ 1:9 വചനം പറഞ്ഞു, നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ആദ്യത്തെ വചനത്തിലെ അനുസ്മരണം എന്ന് പറയുന്നത് നീ എവിടെ പോയാലും എന്നാണ്. അതാണ് മോശയോട് പറയുന്നത്. ജോഷുവായോട് പറയുന്നത് നീ പോകുന്നിടത്തെല്ലാം എന്നാണ്. അപ്പോൾ ഇത് ദൈവ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനമാണെന്ന് കാണാം. കർത്താവേ, ഞങ്ങളോടൊത്ത് വസിക്കണമേ എന്നായിരിക്കണം ഈ നോമ്പുകാലത്തെ നമ്മുടെ പ്രധാന പ്രാർത്ഥനകളിലൊന്ന്. ഉപവാസമായാലും പ്രാർത്ഥനയായാലും ദാനധർമ്മമായാലും സുവിശേഷ വായനയായാലും ഉപവിപ്രവർത്തനങ്ങളായാലും അതെല്ലാം മാർഗങ്ങളാണ്. നാഥ, ഇതുവഴി അങ്ങ് ഞങ്ങളോടൊത്ത് വസിക്കണമേ എന്നതാണ് ഇവയിലൂടെയും ലക്ഷ്യമാക്കുന്നത്. നമ്മുടെ ജീവിതം കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലുണ്ടെന്ന ഉറപ്പിലാണ് പ്രാർത്ഥന. ഞങ്ങളുടെ കൂടെ വസിക്കുമ്പോൾ ഞങ്ങൾക്ക് നിന്റെ കൂടെ ജീവിക്കുവാനും നഷ്ടപ്പെട്ടത് തിരികെ പിടിക്കുവാനും കഴിയുമെന്നുള്ള പ്രത്യാശയാണ് ആ പ്രാർത്ഥനയുടെ അന്തസത്ത. നോമ്പുകാലത്ത് ഇത് നമുക്ക് നവോന്മേഷം പകരട്ടെ. നോമ്പ് ചിന്ത 10-ാം ഭാഗം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ ജോസഫ് വലിയ വീട്ടിൽ, കൃപാസനം. ഇത് വൈറ്റ് പ്രോട്ടോക്കോൾ. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ പറഞ്ഞ ദൈവം തന്നെയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നും പറഞ്ഞത്. അപ്പത്തിനും അധ്വാനത്തിനും അപ്പുറത്ത് മറ്റൊരു അധ്വാനത്തെക്കുറിച്ച് ഈശോ പറയാറുണ്ട്. മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന് വേണ്ടി അധ്വാനിക്കുവിൻ. നോമ്പുകാലം നിത്യജീവന് വേണ്ടി ജീവിതം ക്രമീകരിക്കുകയും പുണ്യങ്ങൾ ആർജിക്കുകയും പുണ്യങ്ങൾ നിലനിർത്താനുള്ള ആത്മീയ പരിസ്ഥിതി നേടിയെടുക്കുകയും ചെയ്യേണ്ട സമയമാണ്. ഗ്രീൻ പ്രോട്ടോക്കോൾ എന്നത് ഇന്ന് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സിംഗപ്പൂരിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ വലിയ ഒരു സമുദ്ര കാഴ്ച ഒരുക്കിയിരിക്കുന്നത് കണ്ടു. ഒരു കൂറ്റൻ ചില്ല് തുരങ്കത്തിലേക്ക് നമ്മൾ കയറുമ്പോഴാണ് ഈ വിസ്മയ കാഴ്ചകൾ. ചെറിയ ജെല്ലി ഫിഷ് മുതൽ വലിയ സ്രാവുകൾ വരെ കടൽ വെള്ളത്തിൻ്റെ അതേ പരിസ്ഥിതിയിൽ കാഴ്ചക്കാർക്ക് ദൃശ്യമാകുന്ന രീതിയിൽ നീന്തി തുടിക്കുന്നു. താഴെയും മുകളിലും വശങ്ങളിലുമൊക്കെ കടൽ കാഴ്ചകൾ. സമുദ്രത്തിൻ്റെ ഉള്ളിലൂടെ ഗ്ലാസ് ടണലിൽ കടന്നു പോകുന്ന അനുഭവം. കാഴ്ച കണ്ട് തീരാറാകുമ്പോൾ സമുദ്ര മലിനീകരണത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അവർ പറയുന്നത് കേൾക്കാം. മനുഷ്യർ സൃഷ്ടിക്കുന്ന സമുദ്ര മലിനീകരണം മൂലം നമ്മുടെ കുറേയേറെ കുടുംബാംഗങ്ങൾ വംശനാശം വന്ന് നശിച്ചുപോയി എന്നാണ് അവർ പറയുന്നത്. വംശനാശം വന്ന മത്സ്യങ്ങളെയും കടൽ ജീവികളെയും നമ്മുടെ കുടുംബാംഗങ്ങൾ എന്നവർ വിശേഷിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ്. നമ്മുടെ അശ്രദ്ധമായ ജീവിത രീതിയാണ് അവയെ ഇല്ലാതാക്കിയത്. കടലിലേക്ക് തള്ളുന്ന പ്ലാസ്റ്റിക്കുകൾ, ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന രാസവസ്തുക്കൾ, ഇങ്ങനെ പലതും സമുദ്രജലത്തിൻ്റെ പവിത്രതയെ ഇല്ലാതാക്കി വിഷമയമാക്കുന്നു.
സമുദ്രത്തിൻ്റെ ദൈവം സൃഷ്ടിച്ച അവസ്ഥ തിരിച്ചു പിടിക്കാനായി നിരീശ്വര രാജ്യങ്ങൾ പോലും ഗ്രീൻ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ബ്ലൂ പ്രോട്ടോക്കോൾ എന്ന ശാസ്ത്രീയമായ പദ്ധതി വഴി ശ്രമിക്കുന്നതിൻ്റെ നേർക്കാഴ്ചയാണിത്. നോമ്പുകാലം അതുപോലെ വിശ്വാസികൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു വൈറ്റ് പ്രോട്ടോക്കോളാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച അതേ ആദിമ പരിസ്ഥിതിയിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകാനുള്ള അവസരം. ദൈവസ്നേഹത്തിൻ്റെ അനുഭവതലങ്ങളെ മനുഷ്യൻ അനുസ്മരിക്കുകയും ജീവിതത്തെ സുവിശേഷവിഹിതമായി സർവ്വപരിസ്ഥിതി ബന്ധിയായി വീണ്ടും പുനഃക്രമീകരിക്കുകയും ചെയ്യുന്നതാണ് വൈറ്റ് പ്രോട്ടോക്കോൾ. പഴയ പരിസ്ഥിതിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയും എന്നുള്ള വലിയ ഒരു അനുഭവജ്ഞാനം ഫ്രാൻസിസ് അസീസി അടക്കമുള്ള വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. നോമ്പുകാലത്ത് വിശുദ്ധരുടെ ജീവിത രീതികളെ മനസ്സിലാക്കുകയും വായിക്കുകയും ചെയ്യാം. സുവിശേഷ സ്നേഹത്താൽ ലോകത്തെ സമീപിക്കുകയും ഈശോയുടെ ആ സ്നേഹം മരങ്ങൾക്കും മത്സ്യങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും അനുഭവവേദ്യമാക്കുകയും ചെയ്യാം. ഈ ഒരു സാക്ഷ്യജീവിതം വൈറ്റ് പ്രോട്ടോക്കോളിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. പഴയ പരിശുദ്ധിയിലേക്ക് തിരിച്ചു നടക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രകൃതി നമ്മുടെ വീടാണെന്ന ബോധ്യത്തോടെ അതിനോട് പെരുമാറാം.